നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊട്ടാരക്കര ഡിണ്ടുഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനം മുറിഞ്ഞുപുഴയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ 2 മരണം. മരിച്ചത് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ ഭദ്ര, സിന്ധു എന്നിവർ. നിയന്ത്രണം നഷ്ടമായ വാഹനം മറിഞ്ഞത് റോഡിൽ നിന്നും 600 അടി താഴ്ചയിലേക്ക്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിൽ നാശനഷ്ടമുണ്ടായ വീടുകളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. നാശനഷ്ടമുണ്ടായ വീടുകൾക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. അരിക്കൊമ്പൻ സമിതി ശുപാർശകൾക്കെതിരെ ചിന്നക്കനാൽ നിവാസികൾ സമരത്തിലേക്ക്. 15-ാം തീയതി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആലോചനാ യോഗം നടക്കും. സമിതിയുടെ ശുപാർശകൾ ചിന്നക്കനാലിലെ ജനജീവിതത്തെയും ടൂറിസത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് ആരോപണം. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഇടുക്കി ജില്ലയിൽ 83.44% വിജയം. പരീക്ഷ എഴുതിയ 9,813 വിദ്യാർത്ഥികളിൽ 8,188 പേർ വിജയിച്ചു. 1,216 വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിലും A+ നേടി. വിശദമായ വാർത്തകൾ. കൊട്ടാരക്കര ഡിണ്ടുഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനം മുറിഞ്ഞുപുഴയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ 2 മരണം. നിയന്ത്രണം നഷ്ടമായ വാഹനം റോഡിൽ നിന്നും 600 അടി താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ ഭദ്ര, സിന്ധു എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം നഷ്ടമായ കാർ 600 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ കാർ യാത്രികരായ 2 പേർ മരിച്ചു. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ ഭദ്ര, സിന്ധു എന്നിവരാണ് മരിച്ചത്. കുട്ടിക്കാനത്തു നിന്നും മുണ്ടക്കയത്തേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റവരെ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും പാല മാർസ്ലീവ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകട വിവരമറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാരും മറ്റു വാഹന യാത്രികരും ചേർന്നാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. തുടർന്ന് പെരുവന്താനം, പീരുമേട് എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ്, ഹൈവേ പോലീസ്, ഫയർഫോഴ്സ് എന്നിവരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിൽ നാശനഷ്ടമുണ്ടായ വീടുകളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. നാശനഷ്ടമുണ്ടായ വീടുകൾക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും 4 വീടുകളുടെ മേൽക്കൂര നഷ്ടപ്പെടുകയും മരം വീണ് 2 വീടുകൾക്ക് ഭാഗിക കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ വീടുകളിലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. നാശനഷ്ടം തിട്ടപ്പെടുത്തുവാൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെയും കാരിക്കോട് വില്ലേജ് ഓഫീസറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. ഇടവെട്ടി പഞ്ചായത്തിലെ 6ാം വാർഡിൽ 5 വീടോളം നമ്മൾ സന്ദർശിച്ചു. നല്ല കാറ്റുണ്ടായിരുന്നു. മരങ്ങളെല്ലാം വീണാണ് വീടിന് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. അത് ഇന്ന് സന്ദർശിക്കുകയാണുണ്ടായത്. അപ്പോൾ ഏകദേശം എല്ലാ വീടുകളും തന്നെ ആസ്പെറ്റോ ഷീറ്റുകൾ പോയത്, ഭിത്തി പോയത്, അതുപോലെ മരം വീണ് ഡാമേജ് ഉണ്ടായത്, ഇങ്ങനെയുള്ള വീടുകളാണ്. വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് ഓവർസിയർ എഞ്ചിനീയറും കൂടെ ചേർന്നിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് അല്ലെങ്കിൽ ഒരു നഷ്ടം കണക്കാക്കി തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരുടനെ തന്നെ അത് റെഡിയാക്കി തരുന്നതാണ്. അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കുന്നു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ, തൊടുപുഴ തഹസിൽദാർ ബിജിമോൾ എസ്, കാരിക്കോട് വില്ലേജ് ഓഫീസർ ഷാജി NS, മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ വീടിന്റെ വയറിങ്ങിനും വൈദ്യുത ഉപകരണങ്ങൾക്കും സാരമായി കേടുപാടുകൾ സംഭവിച്ചു. ഉദയഗിരി തട്ടാരടിയിൽ ബിനുവിന്റെ വീടിന്റെ സമീപത്ത് നിന്ന മരത്തിലാണ് ഇടിമിന്നലേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 8:30യോടെയാണ് ഉദയഗിരി തട്ടാരടിയിൽ ബിനുവിന്റെ വീടിന്റെ സമീപത്ത് നിന്നിരുന്ന മരത്തിൽ ഇടിമിന്നലേറ്റത്. ഇടിമിന്നലിനെ തുടർന്ന് മരച്ചില്ലകൾ തെറിച്ച് ബിനുവിന്റെ വീടിന്റെ മുറ്റത്തും വരാന്തയിലും പതിച്ചു. ഈ സമയം ബിനുവും കുടുംബാംഗങ്ങളും വീടിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കുകളേറ്റില്ല. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ വീട്ടിലെ വയറിങ്ങിനും വൈദ്യുത ഉപകരണങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു. അരിക്കൊമ്പൻ സമിതി ശുപാർശകൾക്കെതിരെ ചിന്നക്കനാൽ നിവാസികൾ സമരത്തിലേക്ക്. 15-ാം തീയതി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആലോചനാ യോഗം നടക്കും. സമിതിയുടെ ശുപാർശകൾ ചിന്നക്കനാലിലെ ജനജീവിതത്തെയും ടൂറിസത്തെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് ആരോപണം. അരിക്കൊമ്പൻ വിദഗ്ധ സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ശുപാർശകൾ മൂന്നാർ, ചിന്നക്കനാൽ മേഖലകളിലെ ജനജീവിതം പ്രതിസന്ധിയിൽ ആക്കുമെന്നാണ് ആശങ്ക. ആനകളുടെ സഞ്ചാരത്തിനായി ആനയിറങ്കൽ മുതൽ ഓൾഡ് ദേവികുളം വരെ ഇടനാഴി ഉണ്ടാക്കണമെന്നാണ് പ്രധാന ശുപാർശ. 301 80 ഏക്കർ കോളനികളിൽ ഉള്ളവരെ മാറ്റിപ്പാർപ്പിക്കണം. ചിന്നക്കനാലിലെ റവന്യൂ ഭൂമി വനഭൂമിയാക്കാനുള്ള സാധ്യത പരിശോധിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രധാന പാതകളിലൊഴികെ രാത്രിയാത്രാ നിരോധനവും ശുപാർശ ചെയ്യുന്നു. മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായ പഠനം നടത്താതെ ജനജീവിതം ദുഷ്കരമാക്കുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. റിപ്പോർട്ടിനെതിരെ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 15-ന് ചിന്നക്കനാലിൽ പ്രത്യേക യോഗം ചേരുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ പറഞ്ഞു.
തീർച്ചയായിട്ടും അരിക്കൊമ്പൻ്റെ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങൾ ഈ പഞ്ചായത്തിലെ ജനങ്ങളെ ഒരു സങ്കടത്തിലേക്ക് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആനത്താരകൾ അടഞ്ഞിരിക്കുന്നു, പിന്നെ 301 കോളനി അവിടുന്ന് മാറ്റി സ്ഥാപിക്കണം എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞേക്കുന്നത് ഇവിടുത്തെയുള്ള ജനങ്ങൾക്ക് തീർച്ചയായിട്ടും എതിര് വരുന്നൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ കൊളുക്കുമല റോഡിൽ ഇതുവരെ ആന സഞ്ചരിച്ചൊരു പാതയായി നമ്മളിവിടെ അറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെയെല്ലാം ആന ഡെയിലി പോയി വരുന്നു എന്നുള്ള ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ വാച്ചർമാരും ഫോറസ്റ്റുകാരും എല്ലാം പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം വെറും ഒരു തെറ്റായ നയമാണ് ആ പറഞ്ഞിരിക്കുന്നത്. ആന ആ ഭാഗത്തേക്ക് കൊളുക്കുമല ഭാഗത്തൊന്നും ആന സഞ്ചാരമേ ഇല്ല. അവിടെ അങ്ങോട്ടുള്ള ട്രക്കിംഗ് എല്ലാം നിർത്തിവെക്കണം. പിന്നെ റേഷൻ കടകൾ എല്ലാം 6 മണിയാകുമ്പോൾ അടച്ചുപൂട്ടി സ്ട്രോങ് റൂമിലേക്ക് അരി കൊണ്ടുവയ്ക്കണം എന്നൊക്കെയുള്ളത് ഇവിടെ പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് 15-ാം തീയതി പഞ്ചായത്തിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സഫാരി നിർത്തുകയോ നിയന്ത്രിക്കുകയോ ചെയ്യണമെന്നും 7 മണിക്ക് മുൻപ് സഞ്ചാരികൾ മുറികളിൽ എത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു. നമ്മളെ അറിവോടുകൂടിയല്ല ഇത് ഈ അരിക്കൊമ്പൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എടുത്ത റിപ്പോർട്ടാണ്. പിന്നീടും ഇവർ ആണ് തന്നെ കോടതിക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇവർ പറയുന്ന കാര്യങ്ങൾ ഇത് മിക്കവാറും കാര്യങ്ങൾ തെറ്റാണ്. ഒരു തെറ്റായ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഒരു റിപ്പോർട്ടുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ചിന്നക്കാണല്ലേ, അതായത് ഈ ടൂറിസമും ഇവിടുത്തെ ജീവിക്കുന്ന ജനങ്ങളുടെ വാൽവാധാരം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു നിലയിലേക്കാണ് പോകുന്നത്. അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ വേറെ കുറച്ച് ആവശ്യമില്ലാതെ തെറ്റായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ജനപ്രതിനിധികളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു നല്ല സമരപരിപാടിയിലേക്ക് പോകാനാണ് ഞങ്ങൾ അടുത്ത് ആലോചിക്കുന്നത്. റിപ്പോർട്ടിനെതിരെ വൻ ജനകീയ പ്രതിഷേധത്തിനാണ് ചിന്നക്കനാലിൽ കളമൊരുങ്ങുന്നത്. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഇടുക്കി ജില്ലയിൽ 83.44% വിജയം. പരീക്ഷ എഴുതിയ 9,813 വിദ്യാർത്ഥികളിൽ 8,188 പേർ വിജയിച്ചു. 1,216 വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിലും A+ നേടി. പരീക്ഷ എഴുതിയ 9,813 വിദ്യാർത്ഥികളിൽ 8,188 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. പീരുമേട്, മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സർക്കാർ സ്കൂളുകൾ, അട്ടപ്പള്ളം സെന്റ് തോമസ്, EMHSS എന്നിവർ 100 മേനി വിജയം നേടി. ടെക്നിക്കൽ സ്കൂൾ വിഭാഗത്തിൽ 65% വിജയം. 141 പേർ പരീക്ഷ എഴുതിയപ്പോൾ 93 പേർ ഉപരിപഠനത്തിന് അർഹരായി. എല്ലാ വിഷയത്തിലും A+ നേടിയത് 6 വിദ്യാർത്ഥികളാണ്. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ 396 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ 153 പേർ ഉപരിപഠനത്തിന് അർഹരായി. എല്ലാ വിഷയത്തിലും A+ നേടിയത് 3 വിദ്യാർത്ഥികളാണ്. 2ാം വർഷ VHSE പരീക്ഷയിൽ 68.57% ജില്ലയിലെ വിജയം. 1015 പേർ പരീക്ഷ എഴുതിയപ്പോൾ 696 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. SSLC പരീക്ഷയിൽ കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിന് 100% വിജയം. 164 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 61 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയത്തിനും A+ നേടിയും 13 വിദ്യാർത്ഥികൾ 9 വിഷയത്തിന് A+ നേടിയും സ്കൂളിന് അഭിമാനമായി. തുടർച്ചയായ നല്ല റിസൾട്ടിലൂടെ ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി മാറിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയിൽ, പ്രിൻസിപ്പൽ ഫാദർ മനു മാത്യു, PTA പ്രസിഡന്റ് സജി നല്ലുവീട്ടിൽ എന്നിവർ അഭിനന്ദിച്ചു. ഇനി HCN വാർത്താ പരമ്പരയായ കുരുക്കഴിയാത്ത കട്ടപ്പന. കട്ടപ്പനയിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ബൈ റോഡുകൾ വഹിക്കുന്ന പങ്ക് വലുതാണ്. എന്നാൽ ആളുകൾ ഇവ ഉപയോഗിക്കുന്നില്ല എന്നതാണ് വെല്ലുവിളി. ചെറുതോണി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വെട്ടിക്കുഴക്കവല വഴി ഇടശ്ശേരി ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചാൽ ഇടുക്കിക്കവല സെൻട്രൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാവും. കട്ടപ്പനയുടെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിരവധിയായ ബൈ റോഡുകളാണ് നഗരത്തിന് ചുറ്റുമുള്ളത്. എന്നാൽ റോഡിന്റെ ഗുണമേന്മക്കുറവ് ആളുകളെ ഇതുവഴി യാത്ര ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. നിലവിൽ ചെറുതോണി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ KSRTC ഡിപ്പോ ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ വെട്ടിക്കുഴക്കവല വഴി പേഴുങ്കവലയിലെത്തി അവിടെ നിന്നും SN ജംഗ്ഷനിലേക്ക് തിരിഞ്ഞ ഇടശ്ശേരി ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചാൽ ഗതാഗതക്കുരുക്കിന് വലിയ പരിഹാരമാണ് ഉണ്ടാകുക. ഒപ്പം പുളിയന്മല ഭാഗത്തു നിന്നും ടൗണിന്റെ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും ചെറുതോണി എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇടശ്ശേരി ജംഗ്ഷനിൽ നിന്ന് SN ജംഗ്ഷൻ വഴി KSRTC ഡിപ്പോയുടെ സമീപത്തുകൂടി പോകണം. എന്നാൽ ഇടശ്ശേരി ജംഗ്ഷനിൽ ഇപ്പോൾ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ട്. ഇവിടെ പോലീസ് സേനയുടെ സേവനമുണ്ടെങ്കിൽ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാണ്. കൂടാതെ പാതയുടെ വികസനമാണ് വാഹനയാത്രികരെ അതുവഴി ക്ഷണിക്കുന്നത്. മികച്ച റോഡുകൾ മേഖലയുടെ വികസനത്തിനും കാരണമാകുന്നു. ഒപ്പം സെൻട്രൽ ജംഗ്ഷൻ, ഇടുക്കിക്കവല എന്നിവിടങ്ങളിലെ ഗതാഗതക്കുരുക്കിനും ആശ്വാസമുണ്ടാകുമെന്ന് നഗരസഭാ കൗൺസിലർ സിജു ചക്കുമൂട്ടിൽ പറഞ്ഞു. കട്ടപ്പന ടൗണിൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, വാഹനങ്ങളുടെ എണ്ണം പെരുകി തന്നെയാണ്.
നിലവിൽ കട്ടപ്പന ടൗണ് വികസിക്കുന്നില്ല. കട്ടപ്പന ടൗണിലെ ആ റോഡുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ തന്നെ ഒരു വീട്ടിൽ നിന്ന് 1, 2, 3 വാഹനങ്ങളുകൊണ്ട് തന്നെ എല്ലാം ടൗണിലേക്ക് വരുന്നു. അത് വലിയ ഗതാഗതക്കുരുക്കാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇതിനകത്തൊരു പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ബൈപ്പാസ് റോഡുകൾ പൂർണ്ണമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. കട്ടപ്പന ടൗണിൽ ദീർഘദൂരമായിട്ട് വരുന്ന ആളുകൾ ഓരോ ബൈപ്പാസിലും കൃത്യമായി ഉപയോഗിക്കുക. ഉദാഹരണം, നമ്മുടെ എറണാകുളം സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വെള്ളായങ്കുടി വെട്ടിക്കുഴക്കാവല വഴി എസ് ജംഗ്ഷൻ വന്ന് എസ് നിന്ന് എടശ്ശേരി ജംഗ്ഷനിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ കുരുക്കുഴിവാകും. എടശ്ശേരി ജംഗ്ഷന് വലിയൊരു പ്രശ്നമുണ്ട്. അപ്പം SB ബാങ്ക് ഉൾപ്പെടെ ഉള്ള പിന്നെ ബാങ്ക് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം അവിടെ കൃത്യമായും ഒരു പോലീസിൻ്റെ സേവനം ആവശ്യമാണ്. ഗതാഗതക്കുരുക്കുള്ള പ്രദേശങ്ങളിൽ കൃത്യമായി പോലീസ് സേന കൃത്യമായി വരികയും അത് കൃത്യമായിട്ട് നിയന്ത്രിക്കുകയും ചെയ്താൽ നമുക്കൊരു പരിധിവരെ ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഇപ്പോൾ സാധാരണ മുഴുവൻ ആളുകളും ടൗണിലേക്ക് വരുന്നു, ടൗണിൽ വലിയ ഗതാഗതക്കുരുക്കുണ്ടാകുകയാണ്. അതിനകത്ത് അടിയന്തരമായി ഒരു പഞ്ചായത്തിൻ്റെ കാലഘട്ടത്തിലും മുനിസിപ്പാലിറ്റിയുടെ കാലഘട്ടത്തിലും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ സംവിധാനം വെച്ച് നമുക്ക് ഗതാഗത പരിഷ്കാരങ്ങൾക്ക് ഒരുപാടുണ്ടായിട്ട്, പ്രത്യേകിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടാകുന്ന സമയത്തൊക്കെ പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്കത് തുടർന്നു പോകാൻ സാധിക്കുന്നില്ല. അത് സാധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമുക്കൊരു പോലീസ് സേനയുടെ സംവിധാനം നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയണം. കാരണം പോലീസ് പറഞ്ഞെങ്കിൽ മാത്രമേ ആളുകൾ സഹകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വ്യാപാരികളുടെ ഒരു വലിയ സഹകരണം ഉണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ നല്ല ഒരു സഹകരണം ഉണ്ടാവണം. പൊതുജനങ്ങളുടെ പങ്കാളിത്തം സഹകരണം ഉണ്ടാവണം. അത്തരത്തിൽ കൊണ്ട് മാത്രമേ നമുക്ക് ഈ വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ HSCൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കുരുക്കഴിക്കുക എന്നുള്ള പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് ക്രോഡീകരിച്ച് നമുക്ക് ഇതിന് പൊതുവായിട്ടുള്ള നല്ല നിർദ്ദേശങ്ങൾ എടുത്തുകൊണ്ട് നമുക്കിത് കൃത്യമായിട്ടും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി അറിയിക്കുകയും ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്ന അതുപോലെ തന്നെ വ്യാപാര സമൂഹം ഉൾപ്പെടുന്ന ഒരു സമിതിയിൽ ഈ വിഷയം വരികയും നമുക്ക് നല്ലൊരു തീരുമാനങ്ങളെടുത്ത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയെ കൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗതാഗതക്കുരിൻ്റെ ഒരു വിഷയമായി മാറുന്നത് നമ്മുടെ ടൗണിലെ ഓട്ടോറിക്ഷകൾക്ക് ടൗണിൽ നമ്മുടെ കട്ടപ്പനയിലല്ലാത്ത തന്നെ ആളുകൾ പല മേഖലയിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടി ഉപജീവനം സ്വീകരിക്കുന്നുണ്ട്. അത് നിലവിൽ ടൗണിൽ പെർമിറ്റൊന്നുമില്ല. അപ്പോൾ നമുക്ക് മുനിസിപ്പാലിറ്റി ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ പെർമിറ്റ് സംവിധാനം രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സഹകരണത്തുണ്ടെങ്കിലും അത് പെർമിറ്റ് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പൂർണ്ണമായും ഈ രാഷ്ട്രീയ കക്ഷികളുടെ സഹകരണത്തോടു കൂടി നമുക്ക് കൃത്യമായിട്ട് ആ പെർമിറ്റുകൾ പൂർത്തീകരിക്കാൻ സാധിച്ചാൽ നമുക്ക് അനധികൃതമായിട്ടുള്ള ഓട്ടോറിക്ഷകളെല്ലാം തന്നെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. അതിനൊക്കെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ പോലീസ് ഫോഴ്സിൻ്റെ ആ സേനയുടെ കൃത്യമായിട്ടൊരു സഹകരണവും കൃത്യമായിട്ട് ഇടപെടലും ഉണ്ടാകണം. കാരണം പലപ്പോഴും ആവശ്യപ്പെടുമ്പോൾ നമുക്ക് കൃത്യമായ പോലീസ് സേന ഇല്ലാത്തത് കട്ടപ്പന ടൗണിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ വിഷയം നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിലൂടെ തലങ്ങും വിലങ്ങുമാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് അടിയന്തരമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുവാനുള്ള ക്രമീകരണങ്ങളും നമുക്കുണ്ടാകണം. അതിന് നമുക്ക് ഉചിതമായിട്ട് നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ശക്തമായ നടപടികളോടെ പോലീസ് പോയെങ്കിൽ മാത്രമേ ഈ കാര്യത്തിന് നിലപാടാവുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടുന്നത്. വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിന് പൊതുജനങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം ഉണ്ടാകണം. ദിശാബോർഡുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം ബൈറോഡുകൾ ഉപയോഗിക്കുന്നത് വഴിയുള്ള സമയലാഭത്തെപ്പറ്റിയും വാഹനയാത്രക്കാർക്ക് അവബോധമുണ്ടാക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണം. കൂടാതെ നഗരത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ചെറുവഴികൾ കൂടി ഉപയോഗപ്രദമായാൽ ടൗണിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് ശമനമാകുമെന്ന് നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ പറഞ്ഞു. നമ്മുടെ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന യാത്രക്കാർക്ക് നമ്മുടെ വെട്ടിക്കുഴ കവലയിലൂടെ വെള്ളയാങ്കുടിയിൽ നിന്ന് വെട്ടിക്കുഴ കവല ഭാഗത്തൂടെ വഴി തിരിഞ്ഞു പോകാവുന്നതാണ്. പക്ഷേ ഇതിന് ഏറെ പ്രാധാന്യം നമ്മൾ ഈ പറയുന്ന വഴികളെല്ലാം പല സ്ഥലത്തു നിന്ന് വരുന്ന ആളുകൾക്ക് അതൊരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ജനങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് അവർക്കൊരു ധാരണ കൊടുക്കാനായിട്ടുള്ള മെസ്സേജ് പാസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ഗതാഗത കുരുക്ക് അഴിയാനുള്ള സംവിധാനം അവിടെ നമ്മൾ പറയുന്ന രീതിയിൽ നിലവിൽ വരികയുള്ളൂ. അല്ലെങ്കിൽ ഇത് പറഞ്ഞു പോകുന്ന അത്രയും ആൾക്കാരിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സംവിധാനമായിട്ട് വരും. അതല്ലാതെ ജനങ്ങളിലോട്ട് അതൊരു ബോധവൽക്കരണം കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വെട്ടിക്കുഴ കവല വഴിയുടെ എല്ലാം വികസനങ്ങൾ വരുവാണെങ്കിൽ അത് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരമായിട്ട് മാറും. അതേപോലെ കല്ലുകുന്ന് കല്ലർക്കൽ വഴിയാണെങ്കിലും ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്രദമായിട്ട് മാറും. നമ്മുടെ 2018 പ്രളയത്തിൽ ഒലിച്ചുപോയ ഒരു വഴിയുണ്ട് മാസ് ഹോട്ടലിൻ്റെ പുറകുവശത്ത്. ആ വഴി ഇതുവരെ നമുക്ക് ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയുള്ള ആളുകൾക്ക് റോഡിൻ്റെ അപ്പുറം ഇപ്പുറം കടക്കണമെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലൂടെ കടന്നാണ് അവർ ഒരു വഴിയിലോട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ അതിനും കൂടെ ഒരു ശാശ്വത പരിഹാരം കണ്ടുപിടിക്കുവാണെങ്കിൽ നമ്മുടെ കല്ലുകുന്ന് വഴി കയറിയിട്ട് ആളുകൾക്ക് ഹൈ റേഞ്ചിൻ്റെ അതിൽ ഇറങ്ങിപ്പോകാനൊരു ഷോർട്ട് കട്ടായിട്ട് മാറും. അതുപോലെ തന്നെയാണ് നമ്മുടെ ട്യൂഷൻ സെൻറ്ററിൻ്റെ അവിടെയുള്ള വഴി. ഇടുക്കിക്കവലയിൽ നിന്ന് കയറുവാണെങ്കിൽ നമ്മുടെ കല്ലൂന്ന്
കയറ്റം കയറി വന്ന് നമുക്ക് സെൻട്രൽ ജംഗ്ഷനിൽ ടച്ച് ചെയ്യാതെ നമുക്ക് ഇപ്പുറത്തോട്ട് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം മാക്സിമം ആളുകളിലോട്ട് ഇതൊരു മെസ്സേജ് പാസ് ചെയ്ത് എത്തുക, എങ്കിൽ മാത്രമേ ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. നഗരവീഥികളിൽ ഗതാഗത തടസ്സം രൂക്ഷമാകുമ്പോഴും ഉപയോഗിക്കാൻ സാധിക്കുന്ന ബൈ റോഡുകളെല്ലാം മിക്കപ്പോഴും വിജനമാണ്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈ റോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ടൗൺ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുന്നത് വഴി കട്ടപ്പനയിൽ ഞെരിക്കുന്ന ഗതാഗത കുരുക്കിന് ശമനമാകും. ഇതിന് നഗരസഭയുടെയും വ്യാപാരികളുടെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഒപ്പം ജനങ്ങളുടെ സഹകരണവും. അയ്യപ്പൻകോവിൽ അമ്പലമെട്ട് ഭാഗത്ത് 30 ഏക്കർ വരുന്ന ഏലത്തോട്ടം പൂർണ്ണമായി നശിച്ചു. വേനൽക്കടുത്തോടെ അയ്യപ്പൻകോവിൽ മേഖലയിൽ വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടായത്. ഇതോടെ ആത്മഹത്യയുടെ വക്കിലാണ് കർഷകർ. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലാണ് ഏക്കർ കണക്കിന് ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങിയിരിക്കുന്നത്. ഇതിൽ നിരപ്പേക്കട അമ്പലമെട്ട് ഭാഗത്ത് 30 ഏക്കറോളം വരുന്ന ഏലച്ചെടികളാണ് പൂർണ്ണമായും നശിച്ചത്. ഇതോടെ ആത്മഹത്യയുടെ വക്കിലാണെന്ന് കർഷകർ പറയുന്നു. ആ 6 ഏക്കർ സ്ഥലവും കംപ്ലീറ്റ് ഈ കിടക്കുന്ന രീതിയിൽ മൊത്തം ഉണങ്ങിപ്പോയി. കഴിഞ്ഞ പ്രളയത്തിൽ മൊത്തം വെള്ളം ഉരുളുപൊട്ടിയൊക്കെ ഒത്തിരി നശിച്ചു പോയിട്ട് റീപ്ലാന്റ് ചെയ്ത് നല്ല രീതിയിൽ കയറ്റിക്കൊണ്ട് വന്നായിരുന്നു. എൻ്റെ തന്നെയല്ല, എല്ലാ മനുഷ്യരുടെയും ഇവിടെ പോയി. ഒരു മനുഷ്യൻ്റെ ഒരു 100 ചെടി പോലും നല്ലതായിട്ട് നിൽക്കുന്നില്ല. കംപ്ലീറ്റ് ആൾക്കാർക്കും ഇവിടെ ഏതാണ്ട് ഒരു 10,000 ഏക്കർ സ്ഥലം കംപ്ലീറ്റ് ഒരു തണ്ട് പോലും ഇല്ലാത്ത രീതിയിൽ പോയേക്കുക. ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ഇതുപോലെ തകർന്നു പോയിക്കുന്നത്. കൃഷിഭവനിൽ നിന്ന് ഇതുവരെ ഞങ്ങൾക്ക് ഒരറിയിപ്പും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവർ പേരെഴുതിയിട്, സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളെല്ലാം കൂടെ എഴുതിയിട് വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആരും വരുവോ നോക്കുവോ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെയാണെങ്കിലും ഈ പ്രളയത്തിലാണെങ്കിലും ഞങ്ങളുടെ ഒത്തിരി സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് ഞങ്ങൾക്ക് 1 രൂപയുടെ പോലും പ്രയോജനം കിട്ടിയിട്ടില്ല. അഷ്റഫ് ആരംപുളിക്കൽ, ഔസേപ്പച്ചൻ കുന്നേൽ, സിബി കുന്നേൽ, കെബീർ പാറക്കൽ, റോയി വലക്കമറ്റത്തിൽ, ഷൈജു വലക്കമറ്റത്തിൽ, സുധാകരൻ 6 ഏക്കർ തുടങ്ങിയ കർഷകരുടെ വർഷങ്ങളുടെ അധ്വാനമാണ് കനത്ത വേനലിൽ കരിഞ്ഞുണങ്ങിയത്. പ്രളയത്തെ അതിജീവിച്ച ഹൈറേഞ്ചിലെ കർഷകർ തങ്ങളുടെ കൃഷിദേഹണ്ഡങ്ങൾ റീപ്ലാന്റ് ചെയ്ത് പരിപാലിച്ചു പോകുന്ന ചെടികളാണ് ഇത്തരത്തിൽ നശിച്ചിരിക്കുന്നത്. കൃഷിഭവനിൽ അപേക്ഷ നൽകിയെങ്കിലും സ്ഥലം സന്ദർശിക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. ഉപ്പുതറ മുസ്ലിം പള്ളിക്ക് സമീപം പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് നശിപ്പിച്ചതായി പരാതി. ഇതോടെ 4 ദിവസമായി വെള്ളം പാഴായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഉപ്പുതറ പൊരികണ്ണി റോഡിൽ മുസ്ലിം പള്ളിക്ക് സമീപത്തായിട്ടാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത്. ഈ മേഖലയിലെ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വാട്ടർ ലൈനിലെ പൈപ്പാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത്. 4 ദിവസമായി ജലം പാഴായിട്ടും പൈപ്പ് ലൈനിലെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഞാൻ കുടിവെള്ളം എടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ് കുടിവെള്ളം എടുക്കാൻ തിരിച്ചു വന്നിരുന്ന സമയത്ത് ടാപ്പ് കൂടെ ഉണ്ട്. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ടാപ്പ് ഇവിടെ ഇല്ല. ഇവിടെ വെള്ളം ഇങ്ങനെ ലീക്ക് ചെയ്യുന്നു. ഞങ്ങളിവിടെ ഒന്ന് പരമാവധി നോക്കി ഇവിടെ നിന്ന് മെമ്പറെ വിളിച്ചു, പ്രസിഡന്റിനെ വിളിച്ചു, വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരെ വിളിച്ച്, ഇവിടെ വന്ന പൊതുപ്രവർത്തകരെ പോലെ ആളുകളൊക്കെ കൂടെ എല്ലാം പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിച്ചിത് പറയാൻ പറഞ്ഞു. അവരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടും ഇതിനൊരു ഇതുവരെ തീരുമാനമായില്ല. ഇന്നലെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചു. നിങ്ങളിത് കഴിയാതെ ഇത് തുറക്കരുത്, വെള്ളം വിടരുത്, അതിനു മുമ്പ് വന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞു പോയതല്ലാതെ വീണ്ടും ഇതാ വെള്ളം സപ്ലൈ ചെയ്യുക. നിരവധി തവണ നാട്ടുകാരും ജനപ്രതിനിധികളും വാട്ടർ അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും നടപടിയെടുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. ഇതിനു മുമ്പും ഇവിടെ സമാന സംഭവം ഉണ്ടായപ്പോൾ പ്രദേശവാസികൾ ചേർന്നാണ് പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയതെന്നും നാട്ടുകാർ പറയുന്നു. ഓഫാക്കി വെച്ചാൽ ഇവിടെ 10-14 കുടുംബക്കാർ കുടിക്കുന്ന വെള്ളമാണ്. ഈ വെള്ളം അവർ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് പറ്റത്തില്ല. നമ്മളിത് നോക്കാനായിട്ട് വന്നപ്പോൾ തന്നെ ആ ഓഫ് നിന്ന് താഴെ നിന്ന് മാന്തിയിട്ട് പുതിയ PVC പൈപ്പ് പിടിപ്പിക്കണം. അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല. ഇതിന് മുമ്പ് ഇതേപോലെ തന്നെ ഇത് പൊട്ടിക്കിടന്നിട്ട് ഞങ്ങൾ തന്നെ ഇത് നന്നാക്കുമായിരുന്നു. ഒരാഴ്ചയോളം അതിങ്ങനെ പോയി കിടന്നിട്ട് എന്നും വെള്ളം വരും പോകും. അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ അതെല്ലാം മേടിച്ച് ഞങ്ങൾ ചെയ്തു. ഇതിപ്പോൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർ വരാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് വെള്ളവും ഇല്ല. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വിഷയം. അതൊരു വിവരം അറിയുമ്പോൾ അവരതൊന്നും നോക്കേണ്ട ബാധ്യതയില്ലേ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. നാടൊന്നാകെ കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ ഇത്തരത്തിൽ ജലം പാഴാക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥതയും ഉത്തരവാദിത്തമില്ലായ്മയുമാണ് ചൂണ്ടിക്കാട്ടുന്നത്. എത്രയും വേഗം പൈപ്പ് ലൈൻ നന്നാക്കാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. അടിമാലി കുമളി ദേശീയപാതയിൽ കട്ടപ്പന വെള്ളയാങ്കുടിക്ക് സമീപം വാഹനാപകടം. ഓട്ടോറിക്ഷയെ ലോറി മറികടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന 6ഓളം പേർക്ക് പരിക്കേറ്റു.
ചെറുതോണി ഭാഗത്തു നിന്ന് വന്ന ഓട്ടോറിക്ഷയെ അതേ ദിശയിൽ നിന്ന് വന്ന ചരക്ക് ലോറി മറികടക്കുന്നതിനിടയിൽ ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. അമിത വേഗതയിലെത്തിയ ലോറി മറ്റൊരു വാഹനത്തെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചു മാറ്റുന്നതിനിടെ അതേ ദിശയിൽ പോകുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഓട്ടോറിക്ഷയിൽ ഡ്രൈവർ ഉൾപ്പെടെ 6 പേരാണ് ഉണ്ടായിരുന്നത്. പരിക്കേറ്റവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പന യൂണിയൻ ബാങ്ക് ശാഖയുടെ CR മിഷന് മുന്നിൽ വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് ആദരാഞ്ജലികൾ എഴുതിയ പോസ്റ്റർ ഒട്ടിച്ച് പ്രതിഷേധിച്ചു. മെഷീൻ തുടർച്ചയായി തകരാറിലാകുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം. തകരാർ പൂർണ്ണമായി പരിഹരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരം നടത്തുമെന്ന് വ്യാപാരി വ്യവസായി സമിതി മുന്നറിയിപ്പ് നൽകി. കട്ടപ്പന നഗരസഭാ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് യൂണിയൻ ബാങ്ക് ശാഖയുടെ ക്യാഷ് റീസൈക്ലിംഗ് മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത്. സേവനങ്ങൾ ഡിജിറ്റലായതോടെ ഉപഭോക്താക്കളിൽ പലരും CRM വഴിയാണ് പണം നിക്ഷേപിക്കുന്നതും പിൻവലിക്കുന്നതും. എന്നാൽ കഴിഞ്ഞ 1 മാസമായി മെഷീൻ പ്രവർത്തനരഹിതമാണ്. ഇതേ തുടർന്ന് വ്യാപാരികൾ പ്രതിഷേധവുമായി എത്തിയതോടെ തകരാർ താൽക്കാലികമായി പരിഹരിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ പണം നിക്ഷേപിക്കാൻ സാധിക്കുന്നതല്ലാതെ പിൻവലിക്കാൻ കഴിയുന്നില്ല. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന യൂണിയൻ ബാങ്ക് ATMനും ഇതേ തകരാറാണ് നേരിടുന്നത്. ഇതോടെ നിരവധി ജനങ്ങളാണ് ബുദ്ധിമുട്ടിലാകുന്നത്. ഈ സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ CRM മെഷീന് മുന്നിൽ ആദരാഞ്ജലികൾ എഴുതിയ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. കട്ടപ്പന യൂണിയൻ ബാങ്കിന്റെയും സ്റ്റേറ്റ് ബാങ്കിന്റെയും CDMകൾ കംപ്ലൈന്റ് ആയിട്ട് കാലങ്ങളായി. ഇത് സംബന്ധിച്ച പരാതി കേരള വ്യാപാരി വ്യവസായി സമിതി അറിയിക്കുകയും അതിനുള്ളൊരു പ്രതിഷേധമായിട്ട് ഇന്നലെ ബാനറുകൾ കെട്ടുകയും ബാങ്കിനെ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ക്യാഷ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നൊരു ഇത് മാത്രം ഇപ്പോൾ നടക്കുന്നുണ്ട് നിലവിൽ. അത് ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ഒരു സംവിധാനം നിലവിലായിട്ടില്ല. അപ്പോൾ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഇത് കാര്യമായിട്ട് അത് അവരെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഡിപ്പോസിറ്റ് ചെയ്ത പൈസ അത് യഥാർത്ഥമായിട്ടുള്ള ഇടപാടുകൾ നടന്നില്ലെങ്കിൽ ആ ഫണ്ട് റീഫണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 5 ദിവസം വരെ ഒരു 50,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പം 5 ദിവസം വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല വിധത്തിൽ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട് ബാങ്ക് അടിയന്തരമായിട്ട് പരിഹരിക്കാൻ പല പ്രാവശ്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടും നാളിതുവരെ ഇതിൻ്റെ നടപടികൾ ഉണ്ടായിട്ടില്ല. ഇതിന് ഇനിയും വ്യാപാരി വ്യവസായി സമിതിയുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള സമരങ്ങൾ ഉണ്ടാകും. മെഷീൻ തകരാറിലായത് അറിയാതെ നിരവധി ഉപഭോക്താക്കളാണ് ദിവസേന എത്തി മടങ്ങുന്നത്. കട്ടപ്പനയിൽ ഏറ്റവും അധികം ആളുകൾ പണമിടപാട് നടത്തുന്ന ബാങ്ക് ശാഖ കൂടിയാണിത്. അടിയന്തരമായി തകരാറുകൾ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ്, ട്രഷറർ PJ കുഞ്ഞുമോൻ എന്നിവർ പറഞ്ഞു. ക്യാൻസർ രോഗത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് കൈത്താങ്ങായി വണ്ടൻമേട് ചേറ്റുകുഴിയിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രം. ക്യാൻസർ രോഗികൾക്കായി അക്ഷയ കേന്ദ്രത്തിൽ നടന്ന 4ാമത് ധനസഹായ വിതരണം വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ നിർവഹിച്ചു. അക്ഷയ സെന്ററിൽ എത്തുന്നവർ നൽകുന്ന പണവും സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതവും ചേർത്താണ് അർഹരായ ക്യാൻസർ രോഗികളുടെ ചികിത്സാ ചിലവിനായി പണം നൽകുന്നത്. 22 വർഷമായി വണ്ടൻമേട് ചേറ്റുകുഴിയിൽ പ്രവർത്തിക്കുന്ന അക്ഷയ സെന്ററിന്റെ ഭാഗമായി ക്യാൻസർ രോഗികൾക്ക് ഒരു കൈത്താങ്ങ് എന്ന പദ്ധതിയിലൂടെ 4ാമത് ധനസഹായത്തിന്റെ വിതരണമാണ് നടന്നത്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ധനസഹായം വിതരണം ചെയ്തു. രോഗികൾക്ക് ധനസഹായം എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ ചേറ്റുകുഴി അക്ഷയ സെന്റർ ഇത് 4ാമത് തവണയാണ് ഈ ധനസഹായം പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക്. ഇത് മറ്റുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഒരു മാതൃക ആക്കിക്കൊണ്ടാണ് ചേറ്റുകുഴിയുടെ ഈ മുന്നേറ്റം. എല്ലാ വർഷങ്ങളിലും 1-2 തവണകളായി പലരിൽ നിന്ന് നിക്ഷേപിക്കുന്ന തുകയും അവരിൽ പറ്റുന്ന സഹായിക്കാൻ അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതവും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മുടെ ക്യാൻസർ രോഗിയായ പാവങ്ങൾക്ക് ധനസഹായം നൽകുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ മാരകമായി ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾക്ക് പോലും ഇത് സ്വന്തമായിട്ട് ചികിത്സിക്കാനോ ചികിത്സ നടത്തുവാനോ മറ്റുള്ള ആശ്രയമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമല്ല. സാമ്പത്തികമായി ഒരുപാട് പൈസ മുടക്കുള്ള ഈ ദിവസം ഒരുപാട് പേരിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ഇത് മിഷൻ്റെ അനുഭവത്താൽ എല്ലാവർക്കും മാറട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു തുകയൊന്നും ഇവർക്കൊരു മരുന്ന് പോലും വാങ്ങാനായിട്ട് ഒരു ചെറിയൊരു കൈത്താങ്ങെന്നല്ലാതെ നൽകില്ല എന്ന് നമുക്കറിയാം.
എങ്കിൽ പോലും നമ്മുടെ അക്ഷയ സെൻറ്റർ മറ്റുള്ള അക്ഷയ സെൻ്ററുകൾക്ക് മറ്റുള്ള ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു മാതൃകയായി മാറണമെന്നാണ് ഞാൻ പറയാനുള്ളത്. രാജമ്മ ലീലാധരൻ, അനീഷ് കുമാർ KL, ലിസ KL, ഗിരീഷ് KL, ഷീന K, പ്രസാദ് TP തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. സമൂഹത്തിൽ ക്യാൻസർ രോഗം ബാധിച്ച് സാമ്പത്തികമായി കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കായാണ് സമാഹരിച്ച തുക കൈമാറുക. നാളിതുവരെ 15 പേർക്കാണ് കൊടുവശ്ശേരിയിൽ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച തുക കൈമാറിയിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ക്യാൻസർ രോഗിയായ നിരവധി ആളുകളുണ്ട്. അവർക്കൊരു ആശ്വാസമാകുകയും ചെറുരക്ഷയുടെ പങ്കാളിത്തം ചെറിയ ധനസഹായത്തിലൂടെ അവർക്കൊരു കൈത്താങ്ങായി ഞങ്ങളിലൂടെ അത് കൊടുക്കുകയുണ്ടായി. അത് നല്ലൊരു സഹായമായി ഞങ്ങൾക്ക്. ഗീതു ഓമനക്കുട്ടൻ, ശ്രീജ KS, നീതു ഓമനക്കുട്ടൻ, വിനീത് ചെട്ടിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അടിമാലി കുമളി ദേശീയപാത നവീകരിച്ചതോടെ റോഡിന്റെ വശങ്ങളിൽ രൂപപ്പെട്ട കട്ടിങ് അപകട ഭീഷണിയാകുന്നു. വാഴവരി അടക്കമുള്ള മേഖലകളിൽ കട്ടിങ്ങിൽ ചാടി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ ചെറുതോണി മുതൽ കട്ടപ്പന വെള്ളയാങ്കുടി വരെ റീടാറിംഗ് നടത്തിയത്. എന്നാൽ ടാർ ചെയ്തതോടെ റോഡിന് ഉയരം കൂടുകയും പാതയുടെ വശങ്ങളിൽ വലിയ രീതിയിൽ കട്ടിംഗ് രൂപപ്പെടുകയും ചെയ്തു. ഈ കട്ടിംഗാണ് ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസം വാഴവരിയിൽ ഇരുചക്ര വാഹനം മറിയുകയും വിദ്യാർത്ഥിക്ക് കാര്യമായി പരിക്കേൽക്കുകയും ചെയ്തതായി നഗരസഭാ കൗൺസിലർ ബെന്നി കുര്യൻ പറഞ്ഞു. ഏകദേശം 1 വർഷം മുമ്പ് ആരംഭിച്ചതാണ് അടിമാലി കുമളി ഹൈവേയുടെ പണികൾ. കുറേയൊക്കെ പണികൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും പക്ഷേ ഇപ്പോൾ റോഡ് വളരെ അപകടാവസ്ഥയിലായിരിക്കുകയാണ്. കാരണം റോഡിന്റെ ഓരോ 2 സൈഡിലുമുള്ള കട്ടിംഗ് എന്ന് പറയുന്നത് ഏകദേശം 1.5 അടിയോളം ഹൈറ്റ് കൂടുതൽ വരുന്നതുകൊണ്ട് കാറുകളും അതുപോലെ തന്നെ 2 വീലറുകളൊക്കെ അപകടത്തിൽപ്പെടുന്ന നിത്യസംഭവമാണ്. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു 2 വീലർ സ്കൂട്ടി വന്ന് മറിഞ്ഞ് ഒരു കുട്ടിയുടെ കാല് മുട്ടിന് അവിടെ വെച്ച് ഒടിഞ്ഞു പോയൊരവസ്ഥ വരെ ഉണ്ടായി. അങ്ങനെ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഈ സൈഡിൽ ഐറിഷ് റോഡ് തീർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി ഐറിഷ് റോഡ് നിർമ്മിക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. നവീകരിച്ച പാതയിൽ വെള്ള വര വരയ്ക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് പുറമെ കാർ അടക്കമുള്ള വാഹനങ്ങളുടെ അടിഭാഗം ഇവിടെ ഇടിക്കുന്നതും പതിവാണ്. ഒപ്പം കാൽനട യാത്രക്കാർക്കും ഇത് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. അടിയന്തരമായി നാഷണൽ ഹൈവേ അതോറിറ്റി ശ്രദ്ധ ചെലുത്തി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യം. മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് കട്ടപ്പന വലിയപാറയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആദ്യഘട്ടമായി ഓടകൾ വൃത്തിയാക്കുന്ന പണിയാണ് ആരംഭിച്ചിരിക്കുന്നത്. മഴക്കാലത്തിന് മുമ്പ് അടിയന്തരമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കൊതുകുകൾ വളരുവാനുള്ള സാഹചര്യം ഒഴിവാക്കുവാനും പകർച്ചവ്യാധികൾ തടയുവാനും ലക്ഷ്യമിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് റോഡുകളും ഓടകളും ശുചീകരിക്കുന്ന പ്രവർത്തനം നടത്തിയത്. കട്ടപ്പന നഗരസഭ 10ാം വാർഡ് വലിയപാറയിലാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അടഞ്ഞുകിടക്കുന്ന എല്ലാ കലുങ്കുകൾ തുറക്കുകയും അതുപോലെ തന്നെ വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യുകയും റോഡിലേക്ക് ഉള്ള മണ്ണുകളെല്ലാം മാറ്റിക്കൊണ്ട് ഓടകൾ വൃത്തിയാക്കിക്കൊണ്ട് വെള്ളം സുഗമമായി ഒഴുകാനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ ഒരു സഹകരണത്തോടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മഴക്കാലത്തിന് മുന്നോടിയായി തന്നെ ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തപടിയായി റോഡിന്റെ വശങ്ങളിൽ കിടക്കുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യും. വരും ദിവസങ്ങളിൽ അങ്കണവാടികളുടെ പരിസരം ശുചീകരിക്കാനും വരും ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുവാനുമാണ് നഗരസഭയുടെ തീരുമാനം. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി യൂണിറ്റ് തല വാർഷിക പൊതുയോഗങ്ങൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് വണ്ടിപ്പെരിയാർ യൂണിറ്റ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നത്. വണ്ടിപ്പെരിയാർ മോഹനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എസ് അൻപുരാജിനെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നജീബ് ഇല്ലത്തുപറമ്പിലിനെയും തെരഞ്ഞെടുത്തു. വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. കുമളി സഖ്യജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിന്റെയും കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രക്ഷാവലയം 2024 എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുമളി സഖ്യജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സാമൂഹ്യ പ്രവർത്തന വിഭാഗം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് കാഞ്ചിയാർ പഞ്ചായത്ത് അങ്കണവാടിയിൽ വെച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. രക്ഷാവലയം 2K24 എന്ന പേരിലായിരുന്നു ക്ലാസുകൾ.
കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം തടയുന്നതിനും സ്വയരക്ഷ കൈവരിക്കുവാൻ പ്രാപ്തരാക്കുന്നതിനും വേണ്ടിയാണ് ബോധവൽക്കരണ ക്ലാസ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ സോണിയ സ്കറിയ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയെയും പെൺകുട്ടികളെയും ലൈംഗിക ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. അതാണ് ഈ പോക്സോ നിയമത്തിന്റെ പ്രത്യേകത. അതായത് ലൈംഗിക ചൂഷണം മാത്രമല്ല, ലൈംഗിക അതിക്രമങ്ങൾ, അതായത് കുട്ടികളെ അപമാനിക്കുന്ന ഏത് പ്രവൃത്തിയും ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ്. മാതാപിതാക്കൾക്കും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും വേണ്ടിയാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. അങ്കണവാടിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ടിബിൻ ബിനോയി, വിഷ്ണു പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. കട്ടപ്പന പുളിയന്മല ക്രൈസ്റ്റ് കോളേജിൽ കിക്ക് ബോക്സിംഗ് ക്ലബ്ബ് രൂപീകരിച്ചു. കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ചാണ്ടി കിഴക്കയിൽ CMI ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വയം പ്രതിരോധത്തിനും ആത്മവിശ്വാസത്തിനും ഏകാഗ്രതയ്ക്കും ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് കിക്ക് ബോക്സിംഗ് പോലെയുള്ള കായിക വിനോദങ്ങൾ ഏറെ പ്രയോജനപ്രദമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് പുളിയന്മല ക്രൈസ്റ്റ് കോളേജിൽ കിക്ക് ബോക്സിംഗ് ക്ലബ്ബ് രൂപീകരിച്ചത്. കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ചാണ്ടി കിഴക്കയിൽ CMI ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിലൂടെയാണ് നമുക്ക് തന്നെ നമ്മുടെ ധൈര്യവും കായിക ബലവുമൊക്കെ ആർജിക്കാൻ സാധിക്കുക. സ്പോർട്സ് ആയിട്ടും ഗെയിംസ് ആയിട്ടും ഇതുപോലുള്ള ആക്ടിവിറ്റീസിലും ഒക്കെ നമ്മൾ പങ്കെടുക്കപ്പെടാൻ നമുക്ക് മാനസികമായിട്ടുള്ള പക്വതയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം CMI അധ്യക്ഷനായിരുന്നു. കിക്ക് ബോക്സിംഗിന്റെ സംസ്ഥാന കോച്ചും റഫറിയുമായ ജുബിൻ ജോസഫ് മുഖ്യ അതിഥിയായി. കിക്ക് ബോക്സിംഗ് സംസ്ഥാന വെള്ളി മെഡൽ ജേതാവ് മിലൻ ജോയി, സ്പോർട്സ് കോർഡിനേറ്റർ PV ദേവസ്യ, തോംസൺ മാത്യു, അമൽ ജോസ് എന്നിവർ സംസാരിച്ചു. ഇരട്ടയാർ നോർത്ത് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തോടനുബന്ധിച്ച് കാർത്തിക പൊങ്കാലയും പൊങ്കാല സമർപ്പണവും നടന്നു. ക്ഷേത്രം തന്ത്രി കുമരകം മൃത്യുഞ്ജയം തന്ത്രവിദ്യാപീഠം മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ ജിതിൻ ഗോപാലൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൊങ്കാല ഉത്സവം നടത്തിയത്. ഇരട്ടിയാർ നോർത്ത് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തോടനുബന്ധിച്ചാണ് കാർത്തിക പൊങ്കാല നടത്തിയത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ജിതിൻ ഗോപാലൻ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി TS സജി ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. നിരവധി ഭക്തജനങ്ങൾ പൊങ്കാലയിൽ പങ്കെടുത്തു. വൈകുന്നേരം 8 മണിക്ക് ഇരട്ടിയാർ നോർത്ത് ഒരുമ ഗ്രൂപ്പ് അവതരിപ്പിച്ച തിരുവാതിരയും 8:30 കട്ടപ്പന മാതുലക്ഷ്മിയാൻ പാർട്ടി അവതരിപ്പിച്ച ചില്ലാട്ടവും നടന്നു. അവസാന ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 7:50 ഗുരുദേവ ക്ഷേത്രശിലാസ്ഥാപനവും വൈകിട്ട് 7 മണിക്ക് ഇരട്ടയാർ നോർത്ത് NSS കരയോഗ മന്ദിരത്തിൽ നിന്നും ആരംഭിക്കുന്ന താലപ്പൊലി ഘോഷയാത്രയും തുടർന്ന് കൊല്ലം ഹാസ്യമിത്ര അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ എന്റർടൈൻമെന്റ് ഷോയും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഇരട്ടയാർ നോർത്ത് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവമാണ് 2 ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വിശേഷാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ഇന്നത്തെ പൊങ്കാലയ്ക്ക് ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ നാളെ 10-ാം തീയതി വെള്ളിയാഴ്ച തിരുവുത്സവം പരിസമാപ്തി, വിവിധ കലാപരിപാടി, മറ്റ് ക്ഷേത്ര ചടങ്ങുകളോടുകൂടി അവസാനിക്കുകയാണ്. അതോടൊപ്പം നാളെ രാവിലെ ക്ഷേത്രം തന്ത്രി ജിതിൻ ഗോപാലൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുദേവ ക്ഷേത്രത്തിന് ശിലാസ്ഥാപനം നടക്കുന്നുണ്ട്. ക്ഷേത്രം പ്രസിഡന്റ് AS രാജേഷ്, സെക്രട്ടറി രാജൻ ദാമോദരൻ, വൈസ് പ്രസിഡന്റ് TG പുരുഷോത്തമൻ, കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് തെക്കേ പൊയ്കയിൽ, VD ഉത്തമൻ, AK സതീഷ്, TG ശിവാനന്ദൻ, സുമ ബിനു, ശോഭന പ്രഭാകരൻ, അമ്പിളി സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകും. ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും പ്രതിഷ്ഠാദിന വാർഷികത്തിനും തുടക്കമായി. മെയ് 8-ാം തീയതി ആരംഭിച്ച ഉത്സവം 17-ാം തീയതി സമാപിക്കും. ഇടമനയില്ലം ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിലെ കർമ്മങ്ങൾ നടക്കുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി 16-ാം തീയതി തോണിത്തടി ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയോടും കൂടി ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തും. ഇതോടൊപ്പം രുക്മിണി സ്വയംവര പൂജ, സർവീശ്വര്യ പൂജ, ഗോവിന്ദ പട്ടാഭിഷേകം, ഉണ്ണിയൂട്ട്, കുചേലോപാഖ്യാനം തുടങ്ങിയ ചടങ്ങുകളും നടക്കും. 15-ാം തീയതി ബുധനാഴ്ച നാടൻ പാട്ടും ദൃശ്യാവിഷ്കരണവും നടക്കും. ഉത്സവ സമാപന ദിവസം ഗാനമേളയും അരങ്ങേറും. പീരുമേട് തോട്ടമേഖലയെ ആവേശത്തിലാഴ്ത്തി മേലെഴുത ബ്രദേഴ്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ 7 ദിവസങ്ങളിലായി നടന്നുവന്ന അന്തർ സംസ്ഥാന വോളിബോൾ മാമാങ്കം സമാപിച്ചു. 10ഓളം ടീമുകൾ പങ്കെടുത്ത വോളിബോൾ മാമാങ്കത്തിന്റെ കലാശ പോരാട്ടത്തിൽ ടെറ ഹോംസ് പരുന്തുംപാറ ജേതാക്കളായി. പീരുമേട് തോട്ടം മേഖലയെ എക്കാലവും നെഞ്ചിലേറ്റിയ കായിക വിനോദമാണ് വോളിബോൾ മത്സരം. പീരുമേടിന്റെ വിവിധ
പ്രദേശങ്ങളിലെ ക്ലബ്ബുകളുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ വർഷാവർഷങ്ങളിൽ വോളിബോൾ ടൂർണമെന്റുകൾ നടത്തിവരാറുണ്ട്. ഇതിന്റെ ഭാഗമായാണ് മേലെഴുത ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന താരങ്ങളെ ഉൾപ്പെടുത്തി വോളിബോൾ മത്സരം സംഘടിപ്പിച്ചത്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും അടക്കമുള്ള 10ഓളം ടീമുകളാണ് വോളിബോൾ മാമാങ്കത്തിൽ പങ്കെടുത്തത്. സമാപന മത്സരത്തിൽ അരുഷൻ അമേരിക്ക വണ്ടിപ്പെരിയാറും ടെറാ ഹോംസ് പരുന്തുംപാറയും ഏറ്റുമുട്ടി. കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും ചുലക്കുട്ടികളെ അണിനിരത്തിക്കൊണ്ടുള്ള അഖില കേരള വോളിബോൾ മത്സരം ഇതാ 55ാമത് വന്ന ക്രമത്തിൽ മനോഹരമായ വിട്ടുകൊടുക്കില്ലെന്ന് വിൻസൻ 55ാമയിൽ ഒരു വെടിയുണ്ട സർവീസ് അർജുന്റെ മനോഹരമായ ഒരു സെന്റർ ഷോട്ടിലൂടെ 9-13 എന്ന ക്രമത്തിൽ ക്ലാസിക് LMSന്റെ സർവീസ് വൻമതിലുകളെ ഉടച്ചു മാറ്റാനാകാതെ വീണ്ടും കലാശപ്പോരാട്ടത്തിൽ ടെറാ ഹോംസ് പരുന്തുംപാറ വിജയികളായി. ഇവർക്ക് 55,000 രൂപ ക്യാഷ് പ്രൈസും എവറോളിംഗ് ട്രോഫിയും സമ്മാനിച്ചു. രണ്ടാം സ്ഥാനത്തെത്തിയ ടീമിന് 33,333 രൂപയും എവറോളിംഗ് ട്രോഫിയുമായിരുന്നു സമ്മാനം. ക്ലബ് ഭാരവാഹികൾ വോളിബോൾ മാമാങ്കത്തിന് നേതൃത്വം നൽകി. തൃക്കാക്കര അക്ഷയ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന പ്രകൃതി ജീവന മെഡിറ്റേഷൻ ക്യാമ്പ് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വാഗമൺ അക്ഷയ ബയോഡൈവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9847275922 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കനത്ത ചൂടിൽ നിന്ന് അല്പം ആശ്വാസം തേടി ഇടുക്കിയിലേക്ക് എത്തുന്നവർ നിരവധിയാണ്. കാഴ്ചകൾക്കൊപ്പം വൈകുന്നേരങ്ങളിൽ വീശിയടിക്കുന്ന കാറ്റും മൂടിക്കെട്ടിയ അന്തരീക്ഷവുമൊക്കെ സഞ്ചാരികൾക്ക് ആശ്വാസം പകരുന്നു. പരുന്തുംപാറയിൽ കാഴ്ചകൾക്കൊപ്പം സഞ്ചാരികളെ ആകർഷിക്കുന്നത് ശക്തമായ തണുത്ത കാറ്റിന്റെ സാന്നിധ്യമാണ്. ഇടുക്കിയും മുൻപെങ്ങും അനുഭവപ്പെട്ടിട്ടില്ലാത്ത വേനലിന്റെ പിടിയിലാണ്. എന്നാൽ സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് ഇടുക്കി നൽകുന്ന ആശ്വാസം ചില്ലറയല്ല. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടാതെ പരുന്തുംപാറയടക്കമുള്ള പ്രദേശങ്ങളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പരുന്തുംപാറയിലെ കാറ്റിന്റെ സാന്നിധ്യം ആസ്വദിക്കുകയാണ് സഞ്ചാരികൾ. ശക്തമായ കാറ്റിനെ അതിജീവിച്ച് പട്ടം പറത്താൻ ശ്രമിക്കാതെ ആരും പരുന്തുംപാറയിൽ നിന്ന് മടങ്ങാറില്ല. സ്വന്തം നാട്ടിലെ വേനൽ ചൂടിൽ നിന്ന് അല്പം ആശ്വാസം ലഭിക്കാൻ കുടുംബവുമൊത്ത് പരുന്തുംപാറ കയറുന്നവർ നിരവധിയാണ്. ഞങ്ങൾ എരമല്ലൂര് എഴുപുന്ന എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വന്നേക്കണത്. അവിടെ നിന്ന് ഞങ്ങൾ ചൂടെടുത്ത് പണ്ടേറടങ്ങിയിട്ടാണ് ഒരു ദിവസം ചിൽഡാകാന്ന് പറഞ്ഞ് വന്നതാണ്. ഞങ്ങളുടെ ഫാമിലിയാണ് മൊത്തത്. ഡേഞ്ചർ ബോയ്സ് തകർക്കാൻ വേണ്ടി വന്നേക്കണം. ഇവിടെ നിന്ന് നേരെ തേക്കടി പോണെയാണ്. തേക്കടിയിൽ നിന്ന് കമ്പന്തേനി, പഴനി, എങ്ങാട്ടെന്ന് വെച്ചാൽ പോകണേ. തണുപ്പുള്ള എവിടെയാണ് അങ്ങോട്ട് പോവുകയാണ്. തണുപ്പ് മാക്സിമം കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ കിട്ടി. പക്ഷെ നമ്മുടെ അവിടെ വെച്ചിട്ട് ഇവിടെ സ്വർഗം. எங்களுக்கு ரொம்ப பிடிச்சிருக்கு இந்த இடம். தமிழ்நாட்டில் எல்லாம் இருக்கு, இருந்தாலும் தமிழ்நாட்டோட இந்த இடம் எங்களுக்கு ரொம்ப பிடிச்சிருக்கு. கிளைமேட்டு, இடம் நாங்கள் பார்க்காத இடமா இருக்குது இந்த இடம். அதனால எங்களுக்கு ரொம்ப ஆச்சரியமா இருக்கு இந்த இடம்லாம் பார்க்கையில. கொஞ்சம் இடத்த பார்க்கல பயமா இருக்கு, ஆனால் இருந்தாலும் ரொம்ப பிடிச்சிருக்கு எங்களுக்கு. പകൽ ചൂടുണ്ടെങ്കിലും വൈകുന്നേരങ്ങളിൽ പരുന്തുംപാറയിൽ തണുത്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. മൂടിക്കെട്ടിയ അന്തരീക്ഷവും അപ്രതീക്ഷിതമായി വീണ് കിട്ടുന്ന ചാറ്റൽ മഴയും വേനൽ ചൂടിന് അല്പം കുളിര് പകരും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കേജീസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കൊക്കോ സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 113, വിൽപ്പനയ്ക്ക് വന്നത് 27,669, വിൽപ്പന നടന്നത് 27,669. കൂടിയ വില 2,820, ശരാശരി വില 2,211. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 595 രൂപ, ഏലം കൂടിയ വില 2000, ഏലം ശരാശരി വില 1800. കാപ്പിപ്പരിപ്പ് 320, ഗ്രാമ്പു 950, കൊക്കോ 175, റബ്ബർ 175. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,615 രൂപ, വെള്ളി 88. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കേജീസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊട്ടാരക്കര ഡിണ്ടുഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനം മുറിഞ്ഞുപുഴയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ 2 മരണം. മരിച്ചത് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ ഭദ്ര, സിന്ധു എന്നിവർ. നിയന്ത്രണം നഷ്ടമായ വാഹനം മറിഞ്ഞത് റോഡിൽ നിന്നും 600 അടി താഴ്ചയിലേക്ക്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തൊടുപുഴ ഇടവെട്ടി പഞ്ചായത്തിൽ നാശനഷ്ടമുണ്ടായ വീടുകളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. നാശനഷ്ടമുണ്ടായ വീടുകൾക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. അരിക്കൊമ്പൻ സമിതി ശുപാർശകൾക്കെതിരെ ചിന്നക്കനാൽ നിവാസികൾ സമരത്തിലേക്ക്. 15-ാം തീയതി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആലോചനാ യോഗം നടക്കും. സമിതിയുടെ ശുപാർശകൾ ചിന്നക്കനാലിലെ ജനജീവിതത്തെയും ടൂറിസത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന ആരോപണം. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഇടുക്കി ജില്ലയിൽ 83.44% വിജയം. പരീക്ഷ എഴുതിയ 9,813 വിദ്യാർത്ഥികളിൽ 8,188 പേർ വിജയിച്ചു. 1,216 വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിലും A+ നേടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.